എന്റെ കരം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ വന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ വന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ജീവമന്യയുടെ ഡിസംബർ മാസത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നു. ആദ്യമായി പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട മത്തായി സക്കറിയ അച്ഛനെ ക്ഷണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടു നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടു നീ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ മുൻപോട്ടും ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധുള്ളോത്രയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഇപ്പോൾ വേദപുസ്തക പാരായണത്തിനായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ആദരണീയനായ PRO ശ്രീമാൻ ജോർജ് വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. 63-ാം സങ്കീർത്തനം. ബാറയ്ക്കുമോർ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മോദസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിൻ്റെ ചെറുകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിൻ്റെ ശക്തിക്ക് ഏൽപ്പിക്കും. കുറുനാരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും പോഷ്ക് പറയുന്നവരുടെ വാ അടഞ്ഞു പോകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. സ്വാഗത പ്രസംഗത്തിനായി ഭദ്രാസന പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഉമയാറ്റുകര മേഖലാ സെക്രട്ടറി ശ്രീമാൻ PB ജോഷിയെ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമായിരിക്കട്ടെ. നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലിത്തായും സുവിശേഷ സംഘത്തിൻ്റെ പ്രസിഡൻറ്റുമായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത, ഭദ്രാസന ഡയറക്ടർ ഫാദർ ഡോക്ടർ നൈനാൻ K. ജോർജ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കോശി, സുവിശേഷ സംഘം സെക്രട്ടറി പ്രൊഫസർ AO വർഗീസ്, PRO ഗീ വർഗീസ്, ഇന്നത്തെ പ്രസംഗത്തിനായി കടന്നു വന്നിരിക്കുന്ന അർച്ചന റെബേക്ക റോയി, ഒരു നല്ല സുവിശേഷ പ്രസംഗികയാണ്. കേരളത്തിൽ മൊത്തത്തിൽ നമ്മുടെ എല്ലാ പള്ളികളിലും വന്ന് ദൈവത്തിൻ്റെ വചനം പറയാൻ ഭാഗ്യം ലഭിച്ച ആ കൊച്ചമ്മയും പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്തായി സക്കറിയ അച്ഛൻ്റെ ഭാര്യയുമാണ്. അറിയപ്പെടുന്ന ഒരു സുവിശേഷകയാണ്. നന്ദി പറയുന്ന ആനി ജോസഫ് എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവമന്യയുടെ പ്രഘോഷണത്തിനായി ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ അറിയപ്പെടുന്ന സുവിശേഷ പ്രസംഗികയും പുതുശ്ശേരി FGD ഹൈസ്കൂൾ അധ്യാപികയുമായ ബഹുമാനപ്പെട്ട അഞ്ജന റെബേക്ക റോയിയെ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഇടയശ്രേഷ്ഠൻ അഭിമന്യ തിരുമനസ്, ഭദ്രാസന സെക്രട്ടറി ഏറ്റവും ആദരണീയനായ PK കോശിയച്ചൻ, ആഭ്യന്തര സുവിശേഷ സംഘത്തിന്റെ ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഏവർക്കും മുന്നമേ തന്നെ തിരുജനനത്തിന്റെ സന്തോഷത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകളും ഒപ്പം പുതുവർഷത്തിൻ്റെതായ ഒരു പ്രത്യാശയുടെ അനുഭവവും ആശംസിച്ചു കൊള്ളട്ടെ. ആഗ്നസ് എം ഫാറോ എന്ന അമേരിക്കൻ എഴുത്തുകാരി തൻ്റെ പുസ്തകത്തിൽ ക്രിസ്തുമസിനെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി: It is the tenderness for the past, courage for the present and hope for the future. ക്രിസ്തുമസ് എന്നത് കഴിഞ്ഞ നാളുകളിലെ സങ്കടങ്ങളെ മറക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും ഇന്നിൽ ജീവിക്കുവാനുള്ള ധൈര്യം പകരുന്നതും അതോടൊപ്പം നാളെയുടെ പ്രത്യാശയുമാണ് എന്ന് ഈ എഴുത്തുകാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നിൽ ജീവിക്കുവാനുള്ള ധൈര്യവും
നാളേക്കുള്ള പ്രത്യാശയുമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങൾ എന്തിൻ്റെയൊക്കെയാണ്? ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലതരം ചിത്രങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ ക്രിസ്തുമസിൻ്റേതായ അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നുണ്ടല്ലേ. നക്ഷത്രങ്ങൾ, നിറയെ പ്രകാശപൂരിതമായ തോരണങ്ങൾ, ക്രിസ്മസ് ട്രീകൾ, നമുക്ക് അലങ്കരിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മുടെ വീടുകളെ നമ്മൾ മനോഹരമാക്കിയ ആ കാഴ്ചകളെല്ലാം, പ്രകാശം പരത്തുന്ന ഇലൂമിനേഷനുകൾ, അങ്ങനെ പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അതെ, ക്രിസ്തുമസ് പ്രകാശത്തിൻ്റെ കാലഘട്ടമാണ്. വെളിച്ചത്തിൻ്റെയും തെളിച്ചത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുളിലും അന്ധതമസിലും ഇരുന്ന ഒരു ജനതയ്ക്ക് മുൻപിലേക്ക് പ്രകാശത്തിൻ്റെ തിരുനാളമായി രോഗങ്ങളിലും ആകുലതകളിലും ഇരുന്ന ജനങ്ങൾക്കിടയിലേക്ക് ജീവിക്കാനുള്ള പ്രത്യാശയായി നിത്യജീവനിലേക്ക് ക്ഷണിക്കുന്ന വെളിച്ചമായിട്ടാണ് ക്രിസ്തുദേവൻ ഭൂമിയിലേക്ക് ഭൂജാതനായത്. ഈ ക്രിസ്തുമസിന് നമ്മൾ കാണുന്ന എല്ലാ വെളിച്ചങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് ക്രിസ്തുവിലേക്ക്, ആ സത്യവെളിച്ചത്തിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായി തീരുവാനുള്ള ഒരു വിളിയാണ്. വരുന്ന നാളുകളിൽ നമ്മുടെ ജീവിത വഴികളിൽ ക്രിസ്തു വെളിച്ചമായി തീരട്ടെ. ആ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളാകുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിലും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആഹ്ലാദത്തിലും നിൽക്കുമ്പോൾ വിശുദ്ധ സത്യവേദ പുസ്തകം നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഈ ക്രിസ്തുമസ് കാലഘട്ടം പുതിയ ഒരു സംവത്സരത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കുന്നതും ഇതിൽ തന്നെയാണ്. ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന പുതുവത്സര സന്ദേശങ്ങൾ. ഒന്നാമതായി, ദൈവിക പദ്ധതികൾ അനുഗ്രഹങ്ങളിലേക്ക് വഴി നടത്തുന്നു. ദൈവിക പദ്ധതികൾ അനുഗ്രഹങ്ങളിലേക്ക് വഴി നടത്തുന്നു. ദ ബെസ്റ്റ് ലേഡ് പ്ലാൻസ് ക്യാൻ ചേഞ്ച് ഇൻസ്റ്റൻ്റ്ലി. ഓരോ വർഷവും തുടങ്ങുമ്പോൾ നമ്മളിൽ പലരും പുതിയ പുതിയ പ്ലാനുകൾ, പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന്, ഭാവിക്കായി ആവിഷ്കരിക്കാറുണ്ട്. നമ്മുടെ പദ്ധതികൾ പലപ്പോഴും നമ്മുടെ ചിന്തകളേക്കാൾ ഉപരിയായി നമ്മൾ വലിയ കണക്കുകൂട്ടലുകൾ നടത്തി എഴുതി തയ്യാറാക്കിയ ചില പദ്ധതികളായി മാറുന്നു. എന്നാൽ പലപ്പോഴും നാം എഴുതി തയ്യാറാക്കുന്ന പദ്ധതികൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു വലിയ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നുവെന്ന് ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കന്യകാമറിയത്തിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോഴും ഇതുതന്നെയാണ് അത് നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. വാക്യം ഇപ്രകാരമാണ്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഏതൊരു സാധാരണക്കാരിയെ പോലെയും കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ അവളുടെ ഭാവിയെക്കുറിച്ച് നിറയൗവനത്തിൻ്റെ സ്വപ്നങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനേകം പദ്ധതികൾ ഉണ്ടായിരുന്നേക്കാം. ആ പദ്ധതികളിലൊന്നും ഇപ്രകാരം ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഗബ്രിയേൽ മാലാഖ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷനായി അവളോട്
ക്രിസ്തു അവളുടെ ഉദരത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷിതാവായി ജനനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവൾ തൻ്റെ രക്ഷിതാവിനെ തൻ്റെ ഉദരത്തിലൂടെ ലോകത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ സ്വയം ഒരുങ്ങുകയായിരുന്നു. അവിടെ തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ പദ്ധതികളെ ദൈവീക പദ്ധതികൾക്കായി കന്യകമറിയം മാറ്റിവെക്കുന്നു. അവിടെയാണ് കന്യകമറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ ദൈവീക പദ്ധതികൾക്ക് വേണ്ടി അവൾ സ്വയം സമർപ്പിച്ചത് കൊണ്ടാണ് കന്യകാമറിയത്തിന് പറയുവാനായിട്ട് സാധിച്ചത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ ഇതുപോലെ അനേകം കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വന്തം ജീവിതത്തിൻ്റെ പദ്ധതികളേക്കാൾ ഉപരിയായി ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിക്കപ്പെട്ട അനേകം കഥാപാത്രങ്ങൾ. അതിൽ നമുക്ക് കാണാവുന്ന ഒരു കഥാപാത്രമാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ശ്രമഫലം കൊണ്ടും തൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങളെ, സമ്പത്തിനെ, സമ്പൽ സമൃദ്ധിയെ ഇയ്യോബ് ജീവിതത്തിലേക്ക് സ്വരുക്കൂട്ടി വെച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണ് ഇത് എന്ന് കണ്ടുകൊണ്ട് ഇയ്യോബ് ജീവിതത്തിൽ പുതിയ പദ്ധതികളെ നെയ്തു കൂട്ടിയപ്പോൾ ദൈവിക പദ്ധതികളിലൂടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. തനിക്കുള്ളതെല്ലാം, താൻ കഷ്ടപ്പെട്ട് നേടിയതൊക്കെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് കൈവിരലുകൾക്കിടയിലൂടെ തൻ്റെ ഭാവി ഒഴുകിപ്പോകുന്നതായി ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കണ്ടപ്പോഴും ഇയ്യോബ് അവിടെ നിരാശപ്പെടുകയല്ല, മറിച്ച് യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ നേർച്ചകളെ സമർപ്പിച്ച് ദൈവിക പദ്ധതിക്കായി സ്വയം സമർപ്പിക്കുന്ന ഇയ്യോബിനെ വിശുദ്ധ സത്യവേദ പുസ്തകം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബിന് പറയുവാൻ സാധിച്ചത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തരുന്നത് ദൈവം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് വാഴ്ത്തി പാടുവാൻ ഇയ്യോബിന് സാധിക്കുന്നത് ഇയ്യോബിൻ്റെ ജീവിതം ദൈവിക പദ്ധതികൾക്കായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായതുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് കോവിഡ് എന്ന് പറയുന്നത്. ഒരു വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിലേക്ക്, ഏകാന്തതയുടെ വാസങ്ങളിലേക്ക്, അകത്തളങ്ങളിലേക്ക് അടച്ചിടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു കോവിഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്നും അതിൻ്റെ ഭീകരതയിൽ നിന്ന് നാം പൂർണ്ണമായും വിമുക്തി പ്രാപിച്ചിട്ടുമില്ല. ഈ കോവിഡിൻ്റെ വർഷം തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലും അനേകം പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കില്ലേ? ജീവിതത്തിൽ ഇനി വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് എനിക്ക് നേടിയെടുക്കേണ്ട ചില നേട്ടങ്ങൾ, ലൗകികമായ ചില മോഹങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ നമ്മുടെ പദ്ധതികൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ലേ? എന്നാൽ അവിടെ ഒരു വലിയ ദൈവിക പദ്ധതി ഈ ലോകത്ത് നടപ്പിലാക്കപ്പെട്ടപ്പോൾ ആ പദ്ധതിക്ക് മുൻപിലേക്ക് വഴിമാറി വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെട്ടില്ലേ? പലപ്പോഴും നമ്മുടെ മുൻപിലേക്ക് ഇതുപോലെ ദൈവിക പദ്ധതികൾ അനാവരണം ചെയ്തു വരുമ്പോൾ ദൈവം ദാനമായി തന്ന ജീവിതത്തിൽ അനുഗ്രഹമായി പകർന്നു തന്ന താലന്തുകളുടെ പൂർത്തീകരണത്തിനാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവിക പദ്ധതികൾ ഉളവാകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇയ്യോബിനെ പോലെ, കന്യകാമറിയത്തിനെ പോലെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുറേയധികം കാലങ്ങൾക്ക് മുൻപ് ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി. കോടികളുടെ പേറ്റന്റുകൾ സ്വന്തം പേരിലേക്ക് അദ്ദേഹം സ്വരുക്കൂട്ടി. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ഈ ശാസ്ത്രജ്ഞൻ്റെ സഹോദരൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഈ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ഈ ശാസ്ത്രജ്ഞൻ അത്ഭുതപ്പെട്ടു. തൻ്റെ സഹോദരൻ്റെ മരണവാർത്തയ്ക്ക് പകരം ഈ ശാസ്ത്രജ്ഞൻ്റെ മരണവാർത്തയാണ് പത്രങ്ങളിൽ അടിച്ചു വന്നത്. അവർക്ക് തെറ്റിപ്പോയതാണ്. ആദ്യം ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ പത്രങ്ങളിലെല്ലാം വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ സഹോദരനാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടതിന് ശേഷം ഈ ശാസ്ത്രജ്ഞൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ പത്രമെടുത്ത് ആ വാർത്തയുടെ തലക്കെട്ട് ഒന്ന് വായിച്ചു നോക്കി. ആ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: ലോക ജനതയുടെ നാശത്തിന് കാരണമാകുന്ന
ഡൈനാമൈറ്റിൻ്റെ പിതാവ് ആൽഫ്രഡ് നോബൽ വിടവാങ്ങിയെന്ന്. ലോക ജനതയുടെ നാശത്തിന് കാരണമാകുന്ന ഡൈനാമൈറ്റിൻ്റെ പിതാവ് ആൽഫ്രഡ് നോബൽ വിടവാങ്ങി. അദ്ദേഹം വീണ്ടും വീണ്ടും ഈ വാർത്തയൊന്ന് വായിച്ചു നോക്കി, സ്വയം ചിന്തിക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, ഞാൻ എത്രയോ അനേകം കണ്ടുപിടുത്തങ്ങൾ ഈ ജനതയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചു, എങ്കിലും ഞാൻ മരിച്ചാൽ ഒരു ജനതയുടെ നാശത്തിന് കാരണമാകാവുന്ന ഒരു കണ്ടുപിടുത്തം എൻ്റെ പേരിൽ എഴുതി ചേർത്തത് കൊണ്ട് അതാണോ പത്രത്താളുകളിൽ അടിച്ചു വരാൻ പോകുന്നത്? അവിടെ ദൈവിക പദ്ധതികളിലേക്ക് ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ജീവിതം വഴിതിരിച്ചു വിടുന്ന ഒരു സംഭവമായി അത് മാറി. അദ്ദേഹം അവിടെ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ക്രമത്തെ ഒന്ന് മാറ്റിപ്പിടിച്ചു. വീണ്ടും തൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ചുറ്റുമുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം ജീവിതത്തിൽ ഒരു തീരുമാനത്തെ കൈക്കൊണ്ടു. ആ തീരുമാനത്തിൻ്റെ ഫലമായി അദ്ദേഹം ലോകത്തിനു മുൻപിലേക്ക് ഒരു പുതിയ സമ്മാനം കൊണ്ടുവന്നു. അതാണ് ഇന്ന് പലപ്പോഴും നാം ലോകത്തിൽ കേൾക്കുന്ന നൊബേൽ പ്രൈസ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനുള്ള കലാമേഖലകളിൽ, ശാസ്ത്രമേഖലകളിൽ, സാഹിത്യത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നടത്തിയ വ്യക്തികളെ ആദരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ സ്വീഡിഷ് അക്കാഡമി നൽകുന്ന നൊബേൽ സമ്മാനം. തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ഈ സമ്മാനത്തിനായി മാറ്റിവെച്ചു. എന്നിട്ട് പറയുകയാണ്, ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി എന്ന്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവിക പദ്ധതികൾക്കായി ചെവിയോർക്കുവാൻ, ദൈവശബ്ദത്തിനായി കാതോർത്ത് നമ്മുടെ പദ്ധതികളേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പദ്ധതികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ക്രിസ്തുമസ് കാലം നമ്മളെ സഹായിക്കട്ടെ. അവിടെയാണ് യഥാർത്ഥമായ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ, ദൈവമേ, നിൻ്റെ പദ്ധതികളെ എന്നിലേക്ക് തെളിച്ചു തരയണമേ. നീ എന്നിലൂടെ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് താലന്തുകൾ തന്നെ നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചുവോ, നിൻ്റെ താലന്തുകളുടെ പൂർത്തീകരണത്തിനായി എനിക്ക് ദാനമായി തന്ന ഈ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുതുവത്സരത്തെ വരവേൽക്കുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി, ഇയ്യോബിൻ്റെ ജീവിത നാം പരിശോധിക്കുമ്പോൾ കണ്ടതുപോലെ കന്യകാമറിയമിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പുതുവത്സര സന്ദേശം എന്ന് പറയുന്നത്, പ്രതിസന്ധികളിൽ ദൈവത്തോട് ആലോചന കഴിക്കുന്നവരാവുക. പ്രതിസന്ധികളിൽ ദൈവത്തോട് ആലോചന കഴിക്കുന്നവരാവുക. പ്രോബ്ലംസ് are best dealt with silently or quietly than publicly. പല ജീവിത പ്രതിസന്ധികളും മറ്റ് പലരോടും പബ്ലിക്കായിട്ട് തുറന്ന് സംസാരിച്ച് പരിഹാരം തേടുന്നതിനേക്കാൾ ഉപരിയായി മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് തിരിച്ചറിയുവീൻ എന്ന് അരുളി ചെയ്തവനായ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവ ആലോചനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ ആലോചന കഴിക്കുന്നവരായി ഈ പുതിയ വർഷത്തിൽ നമുക്ക് മാറാം. അതുതന്നെയല്ലേ ജോസഫിൻ്റെ ജീവിതവും നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്ന ചിത്രമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ യോസഫിൻ്റെ ജീവിതത്തിൽ എത്രയോ നീതിമാനായിരുന്നു യോസഫ് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇപ്രകാരമാണ് ആ വാക്യം: യോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. ജോസഫിൻ്റെ മുൻപിൽ അനേകം വഴികളുണ്ടായിരുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. ജോസഫ് ആദ്യം ആരും അറിയാതെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയത്തിനെ ഉപേക്ഷിക്കുവാനായി ഒരു തീരുമാനമെടുക്കുന്നുവെന്ന്. എന്നാൽ ദൈവദൂതൻ അവന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവവുമായി യഹോവയായ പിതാവാൻ ദൈവവുമായി കൂടിയാലോചന കഴിച്ചപ്പോൾ തൻ്റെ ഭാര്യയെ തന്നോട് ചേർത്ത് നിർത്തുവാൻ
കന്യകാമറിയത്തിനെ അവളുടെ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാൻ, ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അവൻ്റെ ഒരു വലിയ പ്രതിസന്ധിയിൽ, കന്യകാമറിയത്തിൻ്റെ പ്രതിസന്ധിയിൽ അവളോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള ഒരു തീരുമാനത്തെ ജോസഫ് തൻ്റെ ജീവിതത്തിൽ കൈക്കൊള്ളുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവത്തോട് കൂടിയാലോചന കഴിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തോട് കൂടിയാലോചന കഴിക്കുന്ന അനേകം ദൈവ പുരുഷന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 21-ാം അധ്യായം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ താളുകളിൽ ഒരു സംസാരിക്കുന്ന മൃഗത്തെ ആദ്യമായി കാണിച്ചു തരുന്ന വേദഭാഗം ബിലെയാമിൻ്റെ കഴുതയെ. ഈ വേദഭാഗവും ഇപ്രകാരം ദൈവത്തോട് ആലോചന കഴിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇസ്രായേൽ ജനത മിസ്രയീമിൽ നിന്നും ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും യഹോവയായ ദൈവം വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള അവരുടെ സുദീർഘമായ യാത്രക്കിടയിൽ മോവാബ് ദേശത്ത് പാളയമിറങ്ങി. ആ ദേശത്ത് താമസിച്ച് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരാമെന്ന് അവർ തീരുമാനമെടുക്കുകയാണ്. ആ യാത്രയിൽ അവർ മോവാബിൽ പാളയമിറങ്ങിയപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ബാലോക്ക് രാജാവ്, അദ്ദേഹത്തിന് വളരെയധികം പേടി തോന്നി. തൻ്റെ രാജ്യത്ത് ഇത്രയധികം ഒരു ജനത ഒരുമിച്ച് തമ്പടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി, സമ്പത്ത്, ഭക്ഷണം എല്ലാം എത്ര പെട്ടെന്ന് തീരുമെന്ന് രാജാവിന് ഭയം തോന്നി. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പത്തിനെ മറ്റു ചിലർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് തൻ്റെ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് പേടി തോന്നി. ഈ ബാലോക്ക് രാജാവ് അവിടെ ബിലെയാം എന്ന ദൈവ പുരുഷനെ സമീപിക്കുകയാണ്. ബിലെയാം എന്ന ദൈവപുരുഷനെ വിളിച്ചിട്ട് ബാലോക്ക് രാജാവ് പറയുകയാണ്, ബിലെയാം, നീ ഒരു കാര്യം ചെയ്യണം, ഈ ജനതയെ ശപിക്കണം. ഇസ്രായേൽ ജനതയെ ശപിച്ച് മോവാബിൽ നിന്ന് ഓടിക്കുവാൻ ദൈവപുരുഷൻ്റെ സഹായം തേടുകയാണ്. അവിടെ ബിലെയാം രാജാവിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തോടൊന്ന് ആലോചന കഴിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവത്തോടൊന്ന് ആലോചന കഴിച്ചിട്ട് തീരുമാനം പറയാമെന്ന് പറഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ബിലെയാമിന് ദൈവത്തോട് ആലോചന കഴിച്ചെങ്കിലും അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്നില്ല. അവിടെ ബിലെയാം കുഴപ്പത്തിലാവുകയാണ്. രാജാവ് പ്രതീക്ഷിച്ചിരുന്ന ഒരു മറുപടി തനിക്ക് രാജാവിന് നൽകാതെ ഇങ്ങനെ വിഷമിച്ചു നിന്ന ബിലെയാമിൻ്റെ മുൻപിലേക്ക് ബാലേക്ക് രാജാവ് അനേകം കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ്. സ്ഥാനമാനങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്ഥാനലബ്ധികൾ ഒക്കെ നൽകാമെന്ന വാഗ്ദാനം. ആദ്യമൊന്നിനും അതിന് വഴങ്ങാതിരുന്ന ബിലെയാം പിന്നീട് അതിന് വഴങ്ങുകയാണ്. അങ്ങനെ ഈ ജനതയെ ശപിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനതയെ ശപിക്കുവാനായി ബിലെയാം തൻ്റെ കഴുതപ്പുറത്ത് കയറി അവരുടെ അടുക്കലേക്ക് യാത്രയാവുകയാണ്. യാത്രയുടെ ഇടയിൽ ആദ്യം ഈ കഴുത യഥാർത്ഥ വഴിയിൽ നിന്നും ദിശ മാറി വയലിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവിടെ ബിലെയാം കഴുതയെ അടിച്ച് വീണ്ടും വഴിയിലേക്ക് കൊണ്ടുവരുന്നു. കുറച്ചു ദൂരം പോയതിന് ശേഷം കഴുത വീണ്ടും നഗരത്തിൻ്റെ അതിർത്തികളിൽ എത്തിയപ്പോൾ നഗരവാതിലിനോട്, കോട്ട മതിലിനോട് ചേർത്ത് ബിലെയാമിനെ കൊണ്ടുപോയി ബിലെയാമിൻ്റെ കാലുകളെ മതിലുകളോട് ചേർത്ത് ഉരച്ചു കൊണ്ടുപോയി എന്ന് സത്യവേദ പുസ്തകം പറയുന്നു. എന്നിട്ടും ബിലെയാം അവിടെ തൻ്റെ കഴുതയെ വീണ്ടും കൊണ്ടുവരുന്നു. തുടർന്ന് യാത്ര ചെയ്തപ്പോൾ കഴുത വഴിയിൽ കിടന്നു. ബിലെയാം കഴുതയെ അടിച്ചു. അപ്പോഴാണ് കഴുത അവിടെ ബിലെയാമിനോട്, തൻ്റെ യജമാനനോട് സംസാരിക്കുന്നത്. അവിടെ കഴുത പറയുകയാണ്, യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ യാത്ര തുടരാൻ കഴിയും? യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ യാത്ര തുടരാൻ കഴിയും? കഴുത ചോദിക്കുകയാണ്. പ്രതിസന്ധിയിൽ ബിലെയാം ദൈവത്തോട് ആലോചന കഴിക്കുന്നുണ്ട്. എന്നാൽ അതിന് എതിരായി ബിലെയാം തൻ്റെ യാത്ര തുടരുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതെയിരിക്കാൻ യഹോവ അവനെ എത്തിക്കുന്നില്ല എന്ന് ഈ വേദഭാഗം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, ആകുലതകളിൽ നാം ആയിരിക്കുമ്പോൾ നാം എത്രയധികം പേരോട് അതിനെക്കുറിച്ച് ആലോചന കഴിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർ, നാം ഈ ലോകത്തിൽ നിന്ന് നേടിയതായ സ്നേഹിതർ, നമ്മുടെ ചുറ്റും നമ്മൾ വിശ്വസിച്ച് കരുതി കൂട്ടിയിരുന്ന ചില വ്യക്തിത്വങ്ങൾ,
ഇവരോടൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കിങ്ങനെയൊരു പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഇനി എൻ്റെ ജീവിതത്തെ എങ്ങനെ എനിക്ക് മുൻപോട്ട് നയിക്കണമെന്നറിയില്ല. ഇങ്ങനെ അനേകം ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ, കൈക്കുള്ളിൽ നിന്ന് ജീവിതത്തെ നഷ്ടപ്പെടുമെന്ന അവസ്ഥകളിൽ നമുക്ക് ചുറ്റുമുള്ളവരാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് കരുതി വിശ്വസിച്ച് അവരോട് നമ്മൾ ആലോചന കഴിക്കാൻ പോകും. എന്നാൽ സുന്ദരമായ ജീവിതത്തെ തന്ന യഹോവയായ ദൈവത്തെ, തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ജീവശ്വാസത്തെ ഊതി നൽകി സുന്ദരമായ ഭൂമിയുടെ അവകാശികളാക്കി നമ്മളെ ഈ ഭൂമിയിലേക്ക് ആക്കി വെച്ചവനായ യഹോവയായ ദൈവ തിരുമുൻപാകെ ആലോചന കഴിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവ ശബ്ദത്തിനായി കാതോർക്കുവാൻ സമയത്തെ നമ്മൾ മാറ്റിവെക്കാറുണ്ടോ? അവിടെയാണ് ഈ പുതുവത്സരത്തിൽ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. യൗസേഫിനെ പോലെ ദൈവ ശബ്ദത്തിനായി കാതോർക്കുവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, ആകുലതകളിൽ ദൈവവുമായി കൂടിയാലോചന നടത്തി ജീവിതത്തിലെ തീരുമാനങ്ങളെ കൈക്കൊള്ളുന്നവരാകാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായി ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന പുതുവത്സര സന്ദേശം എന്ന് പറയുന്നത് ദൈവിക നന്മകളിലേക്കുള്ള വഴി ത്യാഗപൂർണമാണ്. ദൈവിക നന്മകളിലേക്കുള്ള വഴി ത്യാഗപൂർണമാണ്. There is a cost and a blessing to obedience. ദൈവ അനുസരണയ്ക്ക്, ദൈവിക നന്മകളിലേക്ക് ഒരു കോസ്റ്റ്, അതൊരു ത്യാഗത്തിൻ്റെ വഴിയാണ്. ആ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളെ നിറപടിയായി ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് തന്നെയല്ലേ കന്യകാമറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ ജീവിതം നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്ന ചിത്രമെന്ന് പറയുന്നത്. അനേകം ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ, രാജാവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുഞ്ഞുമായി അവർ ഓടുന്ന ഒരു ഓട്ടം എന്ന് പറയുന്നത്, ദീർഘദൂരം സഞ്ചരിച്ച് യാത്രയിൽ യേശു കുഞ്ഞിനെ, അവൻ്റെ ജീവനെ കരുതുവാൻ മാറോട് ചേർത്തുകൊണ്ട് ആ പിതാവും മാതാവും ഓടുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഉടനീളം അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നൊമ്പരങ്ങളൊക്കെ ഒരു വലിയ ദൈവിക അനുഗ്രഹത്തിലേക്കുള്ള വഴിയായി അവർക്ക് തീരുകയാണ്. തിരുക്കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങളെ അവർ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നു. ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും യാത്രയും ഇപ്രകാരം ത്യാഗപൂർണമായ ഒരു യാത്രയല്ലായിരുന്നു. എല്ലാമായിരുന്ന ആടുകളെ അവിടെ വിട്ടിട്ട് തങ്ങളുടെ രക്ഷകൻ പുൽക്കൂട്ടിൽ ജാതനായെന്ന സുവാർത്ത അറിഞ്ഞുകൊണ്ട് ആട്ടിടയന്മാർ രക്ഷകനെ കാണുവാനായിട്ട് തങ്ങളുടെ ഈ ലോകത്തിലെ സമ്പത്തുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ചെന്നുവെങ്കിൽ അതും ഒരു ത്യാഗപൂർണമായ യാത്രയാണ്. രാജാക്കന്മാർ അവരുടെ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ സമ്പത്തുകളെ ശേഖരിച്ചു കൊണ്ടുവന്നതും ത്യാഗപൂർണമായ ഒരു യാത്ര തന്നെയാണ്. ഈ യാത്രയിൽ ഏറ്റവും ത്യാഗപൂർണമായ യാത്ര നടത്തിയ ഒരു രാജാവിനെക്കുറിച്ച് ചരിത്രം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ സത്യവേദ പുസ്തകം 3 വിദ്വാൻമാർ യേശുകുഞ്ഞിനെ കാണുവാൻ വന്നുവെന്ന് പറയുമ്പോൾ ചരിത്രം പറയുന്നു 3 അല്ല 4 വിദ്വാൻമാർ യേശുകുഞ്ഞിനെ കാണുവാനായി യാത്ര തുടങ്ങിയെന്ന്. ആ 4ാമത്തെ വിദ്വാനായിരുന്നു ആർത്തബാൻ എന്ന് പറയുന്നത്. പേർഷ്യയിൽ നിന്നും യാത്ര തുടങ്ങിയ ആർത്തബാൻ തൻ്റെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 3 രത്നങ്ങൾ, സഫയർ, പേൾ ആൻഡ് റൂബി എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 3 രത്നക്കല്ലുകളുമായി ആർത്തബാൻ യാത്ര തുടങ്ങുകയാണ്. തൻ്റെ വഴിയിൽ കണ്ട രോഗിയായ, അവശത കൊണ്ട ഒരു മനുഷ്യനെ സഹായിക്കുവാൻ തൻ്റെ കയ്യിലിരുന്ന ആദ്യത്തെ മരതക കല്ല് പകർന്നു നൽകി അതിൻ്റെ പൈസ കൊണ്ട് ആ മനുഷ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ മറ്റ് 3 രാജാക്കന്മാരോടൊപ്പം എത്തിച്ചേരുവാൻ ആർത്തബാന് സാധിക്കുന്നില്ല. വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്ന ആർത്തബാൻ എന്ന വിദ്വാൻ അവരോടൊപ്പം എത്തിച്ചേരുവാൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണമെന്നറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒട്ടകങ്ങളെ വാങ്ങുവാൻ താൻ കയ്യിൽ കരുതിയിരുന്ന 2ാമത്തെ ആ വലിയ കല്ലും നൽകുകയാണ്. ആ ചുവന്ന കല്ലിനെ നൽകി തനിക്കുള്ള ഒട്ടകങ്ങളെ വാങ്ങി യാത്ര തുടർന്നു. മരുഭൂമിയിൽ വഴിതെറ്റി കൂടെ കണ്ടവരെയൊക്കെ സഹായിച്ച് അവർക്ക് വേണ്ടി ജീവനും ജീവിതവും മാറ്റിവെച്ച് ആർത്തബാൻ തൻ്റെ യാത്ര തുടർന്നു.
തനിക്കുള്ള സമ്പാദ്യങ്ങളെ തനിക്ക് ചുറ്റുമുള്ള അശരണർക്കും നിരാലംബർക്കും വേണ്ടി സംഭാവന ചെയ്തപ്പോൾ അവിടെ ത്യാഗപൂർണമായ ആർത്തബാന്റെ ജീവിതം 33 വർഷക്കാലം തൻ്റെ രക്ഷകനെ അന്വേഷിക്കുന്ന അവസ്ഥകളിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. ഒടുവിൽ തിരിച്ച് യെരുശലേമിലേക്ക് ആർത്തബാൻ എന്ന വിദ്വാൻ വരുമ്പോൾ 33 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിൻ്റെ ചോട്ടിലേക്ക് ആർത്തബാൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസത്തിൻ്റെ സമയത്ത് അവൻ കടന്നു ചെല്ലുന്നു. തൻ്റെ രക്ഷകന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ച ത്യാഗപൂർണമായ ജീവിതം നയിച്ച ആർത്തബാൻ എന്ന 4ാമത്തെ വിദ്വാനെ ചരിത്രം നമുക്ക് വേണ്ടി സാക്ഷിക്കുമ്പോൾ, അതുപോലെ ജീവിതത്തിൽ ദൈവിക നന്മകളിലേക്കുള്ള വഴി ത്യാഗപൂർണമായ വഴിയാണ്. സൗഭാഗ്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും അവസ്ഥകളെക്കാൾ ഉപരിയായി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവോ അതെൻ്റെ ദൈവം എനിക്ക് വേണ്ടി നന്മകളെ പകർന്നു നൽകുവാനുള്ള അവസരങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ദേവാലയങ്ങളിലേക്കുള്ള ഓരോ യാത്രയും ത്യാഗപൂർണമായ യാത്രകളായി തീരുവാൻ, ദൈവിക നന്മകളെ നിറപടിയായി അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു തലമുറയായി നമ്മുടെ പുതിയ തലമുറകളെ വാർത്തെടുക്കുവാൻ നമ്മുടെ ഈ പുതിയ വർഷക്കാലം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയാണ് നമുക്ക് ആ ഒരു ത്യാഗപൂർണമായ യാത്രയുടെ പൂർണ്ണത കാണുവാനായിട്ട് സാധിക്കുന്നത്. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ദൈവിക നന്മകളിലേക്കുള്ള ത്യാഗപൂർണമായ ഒരു യാത്രയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിത യാത്രയിൽ ഏത് നിമിഷവും അവസാനിക്കാവുന്ന നൈമിഷികമായ ജീവിതത്തിൻ്റെ ക്ഷണീകമായ അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവ തിരുമുൻപാകെ ദൈവിക പദ്ധതികൾക്കായി സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ നന്മകളിലേക്കുള്ള ഒരു യാത്രയാണ് എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവിലൂടെ ത്യാഗത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അപ്പുറമായി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുമെന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ പുതിയ വർഷക്കാലം നമുക്ക് സാധിക്കട്ടെ. 4ാമതായി ആർത്തബാൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്വപ്നങ്ങളിലേക്ക് പോലെ സുന്ദരമല്ല യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി. കന്യകമറിയാമിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന 4ാമത്തെ പുതുവത്സര സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്വപ്നങ്ങളെ പോലെ സുന്ദരമല്ല യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി. For fulfilling a God-given dream, you have to take the road not taken. ദൈവം തന്ന സുന്ദരമായ ഒരു സ്വപ്നത്തെ നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ സാക്ഷാത്കരിക്കുവാൻ നമ്മൾ ജീവിതത്തിൽ ചില വഴികൾ തിരഞ്ഞെടുക്കേണ്ടതായി വരും. ആൻഡ് ദോസ് റോഡ്സ് ആർ ദ റോഡ്സ് നോട്ട് ടേക്കൺ. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന സാഹിത്യകാരൻ്റെ ഒരു കവിതയാണ് ദ റോഡ് നോട്ട് ടേക്കൺ. ഇതുവരെയും ജീവിതത്തിൽ എടുത്തിട്ടില്ലാത്ത ചില വഴികളിലൂടെ ജീവിതത്തിൻ്റെ ദിശ തെറ്റാതെ ക്രിസ്തുവേശു കാണിച്ചു തരുന്ന യഥാർത്ഥമായ ദിശയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിക്കുമ്പോൾ ജീവിത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നുവെങ്കിൽ ഇതിൽ കൂടി നടക്കുവീൻ എന്ന വലിയൊരു ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കുമെന്ന് അരുളി ചെയ്തവനായ ദൈവ തിരുമുൻപാകെ ആ ദൈവീക ശബ്ദത്തിനായി കാതോർത്തുകൊണ്ട് നമ്മുടെ ജീവിത വഴികളെ, സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ പുതുവർഷക്കാലം നമുക്ക് സാധിക്കട്ടെ. സാധാരണക്കാരിയുടെ യൗവനത്തിലെ നിറസ്വപ്നങ്ങളിൽ നിന്ന് ദൈവമാതാവെന്ന വിളിയിലേക്ക് കന്യകാമറിയത്തിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയായിരുന്നു ത്യാഗപൂർണമായ ഒരു യാത്ര. സ്വപ്നങ്ങളെപ്പോലെ സുന്ദരമായിരുന്നില്ല ആ യാത്ര. അനേകം ബുദ്ധിമുട്ടുകൾ ആ യാത്രയിലുടനീളം അവൾ അനുഭവിച്ചു. യൗവനത്തിൻ്റെ സ്വപ്നങ്ങളിൽ മറിയമെന്ന ആ യൗവനക്കാരി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുമെന്ന്. അതിൽ നിന്നൊക്കെ മാറി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടിയിൽ വന്നപ്പോൾ ദൈവ പദ്ധതികൾക്കായി അവൾ തൻ്റെ ജീവിതത്തെ സ്വയം സമർപ്പിച്ചു. ആ സമർപ്പണത്തിൽ അവൾക്ക് അനേകം ത്യാഗങ്ങൾ ഉണ്ടായി. ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ബുദ്ധിമുട്ടുകളുടെയും നൊമ്പരങ്ങളുടെയും ഒക്കെ നടുവിലും അവളുടെ ജീവിതത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ പാപത്തെ മോചിപ്പിക്കുവാൻ, നമ്മുടെയൊക്കെ രക്ഷകനായി പിറന്നു വന്ന ക്രിസ്തുവേശുവിനെ
ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള യാത്രയായിരുന്നു അത്. കന്യകാമറിയത്തിൻ്റെ ആ യാത്ര അവളെ ഒരു വലിയ വിളിക്ക് യോഗ്യയാക്കി. ഇന്നു മുതൽ ലോകം നിന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവ മാതാവെന്ന് ലോകം മുഴുവൻ അവളെ വിളിക്കുന്നുവെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ ത്യാഗപൂർണമായ ഒരു യാത്ര കൊണ്ടാണ് അത് സാധ്യമായത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അനേകം വ്യക്തികൾ അവരുടെ ജീവിതത്തിലും ജീവിത സ്വപ്നങ്ങളെ നെയ്തെടുക്കുന്നതിൽ ഇപ്രകാരം യാത്രകൾ നടത്തിയവരായിരുന്നു. യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിയൊന്നും അവരുടെ ജീവിതത്തിലും സുന്ദരമായിരുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. ഇന്നും ലോകത്തിൻ്റെ മുൻപിൽ അത്ഭുതമായി നിലനിൽക്കുന്ന അനേകം കണ്ടുപിടുത്തങ്ങൾ ലോക ജനതയ്ക്ക് മുൻപിൽ സമ്മാനിച്ച വ്യക്തിത്വം. തോമസ് ആൽവ എഡിസൻ്റെ കൊച്ചുനാളുകളിൽ തൻ്റെ സഹോദരനോടൊപ്പം സ്കൂളിലേക്ക് പോയിരുന്ന എഡിസണും ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു. നമ്മളെപ്പോലെ നിറമാർന്ന സുന്ദരമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം. എന്നാൽ 12ാമത്തെ വയസ്സിൽ അവൻ്റെ അധ്യാപിക അവൻ്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ അമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ മകനെ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ, ഇവന് ഇവിടെ വിദ്യാഭ്യാസം നൽകാൻ പറ്റില്ല, ഇവൻ മന്ദബുദ്ധിയാണ്, മറ്റു കുട്ടികളോടൊപ്പം പഠിക്കാനുള്ള ബുദ്ധി ഇവനില്ലാത്തതിനാൽ നിങ്ങളിവനെ കൊണ്ടുപോയിക്കോളൂവെന്ന്. എന്നാൽ ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ പറ്റുമായിരുന്നില്ല. അവിടെ എഡിസന്റെ അമ്മ തൻ്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വീട്ടിലിരുത്തി അവനെ പഠിപ്പിക്കുകയാണ്. ആ മകൻ പിന്നീട് ലോക ജനതയ്ക്ക് മുൻപിൽ 1039 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ഇന്നും ലോകത്ത് ഒരു വലിയ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ച ശാസ്ത്രജ്ഞനായി, തോമസ് ആൽവ എഡിസണായി നമ്മുടെ പുസ്തകത്താളുകളിലൂടെ കുഞ്ഞുങ്ങൾ ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ പിതാവായി അദ്ദേഹം മാറിയെങ്കിൽ അത് ആ അമ്മയുടെ ജീവിതത്തിൻ്റെ ത്യാഗപൂർണമായ ഒരു യാത്ര കൊണ്ടായിരുന്നു. എഡിസന്റെ ജീവിതത്തിൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര സുന്ദരമായിരുന്നില്ല. അവിടെ അനേകം ത്യാഗത്തിൻ്റെ കനലുകളുടെ വഴികൾ താണ്ടിയാണ് അവൻ സഞ്ചരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നുണ്ട്. അനേകം അമ്മമാരുടെ ജീവിതത്തിൻ്റെ ത്യാഗപൂർണമായ യാത്രകളാണ് മക്കളുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ ഭാവിയെ ശോഭനമാക്കിയതെന്ന് ചരിത്രം നമുക്ക് മുൻപിൽ സാക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ആത്മകഥ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ പുസ്തകമായ കൺഫെഷൻസ് ആണ്. കൺഫെഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സെയിൻറ്റ് അഗസ്റ്റിൻ തൻ്റെ മാതാവായ സെയിൻറ്റ് മോനിക്കയെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഏറ്റവും അധികം കണ്ണുനീർ വാർത്തത് ഞാൻ എന്ന മകൻ്റെ ലൗകിക മരണത്തിലായിരിക്കില്ല, മറിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചോർത്ത് എൻ്റെ അമ്മ കണ്ണുനീർ വാർത്തിരുന്നുവെന്ന്. മോനിക്ക എന്ന മാതാവ് തൻ്റെ മകൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർത്തപ്പോൾ ലോക ജനതയ്ക്ക് മുൻപിൽ ഒരു വിശുദ്ധനെ അത് സമ്മാനിച്ചു. ആ വിശുദ്ധനായിരുന്നു വിശുദ്ധനായ അഗസ്തീനോസ് എന്ന് പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസിനെ പോലെ ഒരു മകനെ സുന്ദരമായ ഭാവിയെ ക്രമപ്പെടുത്തുവാൻ സെയിൻറ്റ് മോനിക്കയുടെ ജീവിതത്തിന് കണ്ണുനീരിന് സാധിച്ചുവെങ്കിൽ ആ യാത്ര ഒരു ത്യാഗപൂർണമായ യാത്രയായിരുന്നു. സ്വപ്നങ്ങളെ പോലെ സുന്ദരമല്ല യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ദൈവത്തോട് ആലോചന കഴിച്ചുകൊണ്ട് തീരുമാനങ്ങളെ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ ദൈവീക നന്മകളിലേക്കുള്ള വഴി ത്യാഗപൂർണമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ദൈവിക പദ്ധതികൾ അനുഗ്രഹങ്ങളിലേക്ക് വഴി നടത്തുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ഈ ഒരു വർഷക്കാലം, നമ്മുടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയായിരിക്കട്ടെ. അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, മരത്തിൻ്റെ പിന്നിലൊളിച്ചവരെ മരത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ മരത്തടിയിൽ സ്വയം യാഗമായി തീർന്നവനായ ഉദ്ധിതനായ ക്രിസ്തുവിനെ, ഇന്നും എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിൽ ജീവിച്ചിരിക്കുന്നവനായ ക്രിസ്തുവിനെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ, പ്രതിസന്ധികളിൽ കൂടിയാലോചന കഴിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകളുടെ പ്രകാശം മൂലമാണ് അനുഗ്രഹങ്ങളെ ലഭിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി തലമുറകളെ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ദൂരെയും ചാരിയുമായിരുന്ന് ബഥേൽ ക്രിയേഷൻസിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ചെങ്ങന്നൂർ ഭദ്രാസന മർത്തമറിയ സമാജത്തിൻ്റെ പുത്തൻകാവ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീമതി ആനി ജോസഫിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മത്തായി സക്കറിയ അച്ഛൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോട് ആരംഭിച്ച ഈ ജീവമന്ന പ്രോഗ്രാമിൽ എന്നിൽ നിശബ്ദമായിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത സമർപ്പിക്കുകയാണ്. ജീവമന്ന പ്രതിമാസ ധ്യാനത്തിന് വേണ്ടത്ത നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനിയോടുള്ള അഗീതവുമായ നന്ദിയും സ്നേഹവും തൃപ്പാദത്തിൽ ആദ്യമായി സമർപ്പിക്കുന്നു. തിരുമേനിയോടൊപ്പം നിന്ന് വേണ്ടത്ര കൈത്താങ്ങലുകൾ തന്ന് സഹായിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശി അച്ഛനോടുള്ള നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ ഈ പ്രാരംഭ പ്രോഗ്രാമിൽ പ്രാരംഭമായി സ്വാഗതം ആശംസിച്ച ഉമയാറ്റുകര പ്രാർത്ഥനാ യോഗം മെമ്പർ PV ജോഷി സാറിനോടുള്ള നന്ദി ഈ ജീവമന്ന പ്രോഗ്രാമിന് ചടുതലയോട് നേതൃത്വം നൽകുന്ന ഭദ്രാസന ആഭ്യന്തര സുവിശേഷ സംഘം ഡയറക്ടർ ഡോക്ടർ നൈനാൻ K ജോർജ് അച്ഛൻ, സെക്രട്ടറി AO വർഗീസ് സാർ, റിട്ടയേർഡ് പ്രിൻസിപ്പൽ പഴനി MD കോളേജ് എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വേദപുസ്തക പാരായണം നടത്തിയ നമ്മുടെ PRO ശ്രീ ജോർജ് വർഗീസ് സാറിനോട്, പുത്തൻകാവിൻ്റെ മെമ്പറാണ്, ജോർജ് വർഗീസ് സാറിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഏറ്റവും പ്രാധാന്യമായിട്ട് നിൽക്കുന്നത് ഇതിലെ ക്രിസ്മസ് നവവത്സര ആശംസകൾ തന്ന അഞ്ജന റിബേക്ക കൊച്ചമ്മയുടെ കൊച്ചമ്മയുടെ സുവിശേഷമാണ്. കൊച്ചമ്മയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകി തന്ന സന്ദേശം ദൈവിക പദ്ധതികൾ എങ്ങനെ നമ്മളെ അനുഗ്രഹങ്ങളിലേക്ക് വഴി നടത്തുന്നു, പ്രതിസന്ധികളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനകൾ എങ്ങനെ ദൈവിക ആലോചനകളിലേക്ക് നമ്മളെ നയിക്കണം, ദൈവിക നന്മയിലേക്കുള്ള വഴികൾ ത്യാഗപൂർണമാണ്, യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും സ്വപ്നസുന്ദരം ആയിരിക്കുകയില്ല. ഇപ്രകാരം 4 പ്രധാന പോയിന്റുകൾ നമ്മൾക്ക് തന്നുകൊണ്ട് നമ്മൾക്ക് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്ന ക്രിസ്മസ് പുതുവത്സര സന്ദേശം തന്ന അഞ്ജന റിബേക്ക കൊച്ചമ്മയോടുള്ള അഗൈതവുമായ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഈ പ്രോഗ്രാമിന് അല്പമായോ അധികമായോ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഏവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാം സർവേശ്വരനിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. തൽക്കാലം നിർത്തട്ടെ. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ബഹുമാനപ്പെട്ട മത്തായി സക്കറിയ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ളതിൻ്റെ സ്ലീബായി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ശുദ്ധോടിയിരിപ്പിന് ഭവനങ്ങളായി ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തും നിൻ്റെ ദൈവത്വത്തിൻ്റെ ചിറകും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാഥ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ സഭയുടെ മേലും, സഭയെ നയിക്കുന്ന പിതാക്കന്മാരുടെ മേലും, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, കർത്താവെ ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.